നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഈ കാണുന്ന സ്ഥലം നമ്മൾ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ റൂട്ടിൽ 25 കിലോമീറ്റർ മാറി സഞ്ചരിച്ചാൽ അവിടുന്ന് നിഡിൽ റോക്സ് വ്യൂ പോയിൻറ്റിൻ്റെ മുമ്പിലായി കിട്ടുന്നൊരു സ്പോട്ടാണ്. ഇവിടുന്ന് വലതുവശത്തോട്ട് ഏകദേശം ഒരു 15 കിലോമീറ്റർ, ടോട്ടൽ പറഞ്ഞാൽ ഒരു 25 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം ഊട്ടിയിൽ നിന്ന്. അപ്പോൾ ഇതങ്ങനെ വിസിറ്റേഴ്സ് അലൗഡുള്ളൊരു പ്രദേശമല്ല. ഇതൊരു എന്താ പറയുക, അങ്ങനെ ഗൂഗിൾ മാപ്പിലൊന്നും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കാണിക്കുന്ന പ്രദേശമല്ല. പക്ഷേ ഊട്ടിയിലെ വളരെ അതിമനോഹരമായ ഒരു പ്രദേശമാണിത്. നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ കാണുന്ന മലമുകളിലേക്ക് നമ്മൾ റോഡ് മാർഗം എത്തിപ്പെടാനുള്ള സ്ഥലമാണ് ഈ ഗുൽമോർ എന്ന് പറയുന്ന സ്ഥലം. നല്ല വിശാലമായ പുൽത്തകിടും അതിൻ്റെ മധ്യത്തിലായി നല്ല എന്താ പറയുക, ശുദ്ധ വായും ശുദ്ധമായ തെളിനീരും. അതിന് ചുറ്റുമായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ഏക്കർ തേയിലപ്പാടും അതിനോട് ചേർന്ന് റിസർവ് ഫോറസ്റ്റ്. ഇത് ഊട്ടിയിൽ നിന്ന് 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്ന പ്രദേശമാണ്. പിന്നെ ഊട്ടിയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് തേയില കൃഷി തുടങ്ങിയത് ഗൽമോൺ ടീ എസ്റ്റേറ്റാണ്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ തേയില കൃഷി നടത്തിയതും ഇവിടെയാണ്. ഏറ്റവും പഴയ പുരാതനമായ തേയില എസ്റ്റേറ്റ് കൂടിയാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്ന് 2500 മീറ്റർ ഹൈറ്റിൽ നിലനിൽക്കുന്ന ഈ പ്രദേശം എന്നും ഒരു 20 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം പോയാൽ ചൂടവിടെ 20 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ക്ലൈമറ്റ്. പിന്നെ അതിൽ നിന്ന് താഴ്ന്ന ക്ലൈമറ്റിലാണ്, ഏകദേശം നമ്മളൊരു AC ക്ലൈമറ്റ് ഫുൾ ടൈം. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ഞങ്ങൾ പോയ സമയത്ത് വെറുതെ റോഡ് കയറി പോയതാണ്. പക്ഷേ നമുക്ക് അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ഞങ്ങൾ ആ പോയ സമയത്ത് അവിടെ വാർഡനോ സെക്യൂരിറ്റിയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ സ്പോട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റിയത്. അവിടെ എത്തി പിന്നെയാണ് അറിയുന്നത് ഇത് ലെപ്പേഡും ടൈഗറൊക്കെ വിഹരിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് പിന്നെ ടോട്ടലി ടൂറിസ്റ്റ് അലൗഡ് അല്ലാത്തത്. ഈ മസനഗുഡിയിൽ നിന്ന് കാണുന്ന ആ വലതു ഭാഗത്തായിട്ട് കാണുന്ന മലമ്പ്രദേശമാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായാണ് പായ്ക്കര പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഡാമുണ്ട്. ഇവിടെ നിന്നാണ് ഊട്ടിയിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ശൃംഗാര എന്ന് പറയുന്ന ഫോറസ്റ്റ്, റിസർവ് ഫോറസ്റ്റ്, മസനഗുഡി, പിന്നെ മോയ, ഇതൊക്കെ കൂടിക്കലർന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഗുൽമോർഗൻ എന്ന് പറയുന്ന ഈ പ്രദേശം. ഗുൽമോർഗൻ പറയാൻ നമുക്ക് വാക്കുകളില്ല. അത് പോയി കണ്ട് ആസ്വദിക്കുകയാണ് ഇതിന് ഏറ്റവും എന്താ പറയുക, അത് കണ്ണിലുള്ള കുളിർമയും കാഴ്ചയും ഒന്നും നമ്മൾ വിശദീകരിച്ചാൽ പറ്റില്ല. അത്രയും അതിമനോഹരമാണ്. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് 3 മണി 4 മണി സമയമാണ്. 2 മണിക്ക് ശേഷം അവിടുത്തെ ക്ലൈമറ്റ് ഇതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല വെയിലുള്ള സമയമാണ്. പക്ഷേ അവിടെ നല്ല കാറ്റും നല്ല കോടയും നല്ല തണുപ്പും ഒക്കെ ആയിട്ടുള്ള പ്രദേശമാണ്. പിന്നെ ഒരുപാട് പുൽമേടുകളും അതിലൂടെ ഒരുപാട് പശുക്കളും മേയുന്നുണ്ട്. പിന്നെ അവിടുത്തെ തോടാസ് എന്ന് പറയുന്ന ആദിവാസികൾ വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് അവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ലാത്തതും. പിന്നെ വരുന്ന ടൂറിസ്റ്റുകളുടെ സേഫ്റ്റി കാരണം ഈ പുലിയും കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ആൾക്കാർ വരുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് പ്രതികരിക്കും, അപകടങ്ങളിലേക്ക് എത്തും എന്ന നിലയിലായതുകൊണ്ടാണ് ആദിവാസികൾ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തോട്ട് ടൂറിസം മാപ്പിൽ അവർ അടയാളപ്പെടുത്താത്തത്. പക്ഷേ കാണേണ്ട വളരെ മനോഹരമായൊരു പ്രദേശമാണ്. ഊട്ടിയിൽ എന്താ പറയുക, ഇടന സ്പോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ വെറുതെ കാട് കയറി എത്തിപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ ഊട്ടിയിൽ അവലാഞ്ചി, എമറാൾഡ്, കൂണൂർ, പിന്നെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ ഒരുപാട് ഭംഗിയുള്ളൊരു പ്രദേശം കൂടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമാണിത്. ഇവിടെ പോകുന്ന വഴിക്ക് വലിയ കുന്നും മലയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ മലേൻ്റെ മുകളിലൊരു പുരാതനമായ ഒരു ചർച്ചുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അത് അവരുടെ കാലത്ത് അവിടെ ആൾതാമസവും പ്രാർത്ഥനയൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം അസ്തമിച്ച പിന്നെ അവിടെ അടഞ്ഞു കിടക്കുകയാണ്. വർഷത്തിലൊരു പ്രാവശ്യം അവിടെ ക്രിസ്തീയ ആചാരപ്രകാരം അവിടെ ഒരു എന്താ പറയുക പള്ളിപ്പെരുന്നാൾ നടക്കും. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ സന്ദർശിക്കുന്നതാണ് പറയും.
ഇതുവരെ അവിടെ അലോഡല്ല. കാരണം അത് റിസർവ് ഫോറസ്റ്റിനകത്ത് ഏറ്റവും ഹിൽ ടോപ്പിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് കിലോമീറ്ററുകൾ നടന്ന് വേണം അവിടെ എത്താൻ. അപ്പോൾ ഗുൽമോഹറിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയണം. കാരണം അത്രയും മനോഹരമായ ശുദ്ധമായ ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റോ ഒന്നും തന്നെയില്ല. ആ വെള്ളത്തിൽ ഒരു കണ്ണാടി പോലെയുള്ള വെള്ളമാണ്. അതിൽ നമുക്ക് ഒരു കുപ്പിയിലെടുത്ത് നോക്കിയാൽ വിസിലറി വാട്ടർ പോലും തോറ്റുപോകും. അത്രയും ശുദ്ധമായൊരു പ്രദേശമാണ്. ഇവിടെ എത്തിപ്പെടാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരണമെന്ന് ആരെയും ക്ഷണിക്കുന്നില്ല. കാരണം ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഞാൻ അന്ന് വന്ന സമയം എൻ്റെ സമയം നല്ല സമയമായതുകൊണ്ട് എനിക്കകത്ത് പ്രവേശിക്കാനുള്ള അവസരം കിട്ടി. ഞാനും മോനും വൈഫും കൂടി ഞങ്ങൾ ഈ പോയ സ്ഥലത്ത് തന്നെ പോകുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഇടൽ സ്പോട്ടുകളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ ഓരോ അനുഭവങ്ങളും നമ്മളെ കാഴ്ചകൾക്കപ്പുറമാണത്. വാക്കുകളില്ല പറയാൻ. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇനിയും അവസരം കിട്ടിയാൽ പോകണം എന്നുണ്ട്. നമ്മൾ ശബരി ടെക് ട്രാവൽ ഒരു പ്രാവശ്യം പോകാൻ ശ്രമിച്ചു. സുജിത് ഭക്തൻ പക്ഷേ മൂപ്പർക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റിയില്ല. യൂട്യൂബിൽ മൂപ്പര് വീഡിയോ ഉണ്ട്. പക്ഷേ ഞാൻ അതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ